ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയ ഏതാനും വർഷങ്ങളിലെ പ്രകടനം നോക്കിയാൽ ഇന്ത്യയോളം ആ കിരീടം അർഹിച്ച മറ്റൊരു ടീമുമില്ല. സ്വന്തം നാട്ടിലെ ക്ലിയർ ഡോമിനേഷനൊപ്പം വിദേശ മണ്ണുകളിലും ഇന്ത്യൻ പതാക പാറിയ കാലമായിരുന്നു ഇത്. ഇന്ത്യ 2 തവണ അനായാസമായി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഫൈനലിലുമെത്തി. പക്ഷേ ഫൈനലുകളിൽ കരയാൻ തന്നെയായിരുന്നു ഇന്ത്യയുടെ നിയോഗം. 2021 ഫൈനലിൽ ന്യൂസിലാൻഡിനോട് തോറ്റെങ്കിലും തങ്ങൾ തന്നെയാണ് മികച്ച ടീമെന്ന സന്ദേശം അന്ന് കോഹ്ലി നൽകിയിരുന്നു. ഒരു മത്സരം കൊണ്ട് മികച്ച ടീമിനെ നിർണ്ണയിക്കാൻ ആകില്ലെന്നും ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ ഒരു പരമ്പര പോലെ നടത്തണമെന്നുമായിരുന്നു കോഹ്ലി പ്രതികരിച്ചത്. പോയ പതിറ്റാണ്ടിൽ ടെസ്റ്റ് ക്രിക്കറ്റിനെ അടക്കിഭരിച്ച കോഹ്ലിയും അശ്വിനും ബുംറയും അടക്കമുള്ള സൂപ്പർ സ്റ്റാറുകൾ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിരീടം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇക്കുറി ഫൈനൽ സാധ്യതകൾ പോലും തുലാസിലാണ് എന്നതാണ് സത്യം. ലങ്കയ്ക്ക് മേൽ ദക്ഷിണാഫ്രിക്ക നേടിയ ജയത്തോടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടിക വീണ്ടും മാറിയിരിക്കുന്നു. ഇനി എങ്ങനെയാണ് സാധ്യതകൾ? ഇന്ത്യ ഇനിയും പ്രതീക്ഷ വെക്കണോ? പരിശോധിക്കാം. ഒരു ടെസ്റ്റ് മത്സരം വിജയിച്ചാൽ ഒരു ടീമിന് ലഭിക്കുക 12 പോയിൻ്റാണ്. മത്സരം സമനിലയിൽ കലാശിച്ചാൽ 4 പോയിൻ്റ് വീതം ലഭിക്കും. മത്സരം ടൈ ആകുകയാണെങ്കിൽ ഇരു ടീമുകൾക്കും 6 പോയിൻ്റ് വീതം കൊടുക്കും. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കാലയളവിൽ ഒരു ടീം നേടിയ ആകെ പോയിന്റിനെയും അവർക്ക് പരമാവധി നേടാനാകുമായിരുന്ന പോയിന്റിനെയും ഹരിച്ചുകൊണ്ടുള്ള പേഴ്സൻറ്റേജ് കണക്കാക്കിയാണ് റാങ്കിംഗ് നിശ്ചയിക്കുന്നത്. സ്വന്തം നാട്ടിലേക്ക് വന്ന ലങ്കയെ 2 ടെസ്റ്റുകളിലും തകർത്തതോടെ ദക്ഷിണാഫ്രിക്ക 1ാം സ്ഥാനത്തേക്ക് കയറിയതാണ് പ്രധാന മാറ്റം. 63% പോയിൻ്റ് അവർക്കുണ്ട്. നിലവിൽ ഫൈനലിൽ എത്താൻ ഏറ്റവും സാധ്യത പ്രോട്ടിയാസിനാണ്. ഈ മാസം അവസാനം തുടങ്ങുന്ന പാകിസ്ഥാനെതിരെ നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിൽ ഒരു മത്സരം മാത്രം വിജയിച്ചാൽ അവർക്ക് ഫൈനൽ ഉറപ്പിക്കാം. പാകിസ്ഥാനെതിരായ 2 മത്സര ടെസ്റ്റ് പരമ്പര നടക്കുന്നത് സ്വന്തം മണ്ണിൽ ആണ് എന്നതും അവരുടെ സാധ്യത വർദ്ധിപ്പിക്കുന്നു. പാകിസ്ഥാനെതിരായ പരമ്പര 1-1 സമനിലയിൽ പിരിഞ്ഞാലും അവർക്ക് പ്രശ്നമില്ല. അങ്ങനെ വന്നാൽ അവരുടെ വിജയശതമാനം 61 ആകും. പക്ഷേ ഇന്ത്യ, ഓസ്ട്രേലിയ എന്നീ ടീമുകളിൽ ഒരാൾക്ക് മാത്രമേ ആ പോയിന്റ് മറികടക്കാൻ സാധിക്കൂ. ഇനി 2 ടെസ്റ്റും സമനിലയിൽ ആകുകയോ 2 ടെസ്റ്റും അവർ തോൽക്കുകയോ ചെയ്താൽ മാത്രമേ അവരുടെ പ്രതീക്ഷകൾ അസ്തമിക്കൂ. അപ്പോൾ ഇന്ത്യയുടെ സാധ്യതകൾ ഇനി എന്താണ്? പരിശോധിക്കാം. ഇന്ത്യക്ക് ഇനി ബാക്കിയുള്ളത് ഓസീസിനെതിരായ 3 ടെസ്റ്റുകൾ മാത്രമാണ്. ഇതിൽ 2 വിജയിക്കുകയും 1 സമനിലയിലാകുകയും ചെയ്താൽ ഇന്ത്യക്ക് 60% ആകും. അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് സാധ്യതയുണ്ട്. കാരണം പിന്നീട് ഓസീസ് ശ്രീലങ്കൻ പരമ്പര 2-0 വിജയിച്ചാൽ പോലും അവർക്ക് 57% മാത്രമേ ലഭിക്കൂ. ഇനി ഇന്ത്യ പരമ്പര 3-2 വിജയിച്ചാലോ? അങ്ങനെയെങ്കിൽ ഇന്ത്യക്ക് വരുന്നത് 58% ആകും. അങ്ങനെയെങ്കിലും ഇന്ത്യക്ക് നേർത്ത പ്രതീക്ഷകൾ വെക്കാം. കണക്കിലെ കളികളും മറ്റു ടീമുകളുടെ പ്രകടനവും നിർണായകമാകും. എന്നാൽ പരമ്പര 3-2 തോറ്റാൽ പ്രതീക്ഷകളെല്ലാം ഏതാണ്ട് അവസാനിക്കും. അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് ലഭിക്കുക 53% മാത്രമാകും. ഓസീസിനും ലങ്കയ്ക്കും ദക്ഷിണാഫ്രിക്കയ്ക്കുമെല്ലാം ഇന്ത്യയെ ഈസിയായി മറികടക്കാനാകും. ഇനി ദക്ഷിണാഫ്രിക്ക പാകിസ്ഥാനോട് 2 ടെസ്റ്റുകളും തോൽക്കുകയും ലങ്ക ഓസീസ് പരമ്പര സമനിലയാകുകയും ചെയ്താൽ മാത്രമേ ഈ പോയിന്റ് കൊണ്ട് ഇന്ത്യക്ക് പ്രതീക്ഷയുള്ളൂ. നിലവിലെ സാഹചര്യത്തിൽ ഈ സാധ്യത വിദൂരമാണ്. ഫൈനൽ പ്രതീക്ഷകളിൽ സജീവമായുള്ള മറ്റൊരു ടീം ഓസീസാണ്. ഇന്ത്യക്കെതിരായ 3 മത്സരങ്ങളിൽ 2 വിജയിച്ചാൽ തന്നെ അവർക്ക് ഫൈനൽ ഉറപ്പിക്കാം. പിന്നീട് ലങ്കയോട് 2 ടെസ്റ്റുകളിൽ തോറ്റാൽ പോലും അവർക്ക് 55% വിജയമുണ്ടാകും. ഫൈനലിൽ കടക്കാൻ അത് ധാരാളമാണ്. അതേസമയം ഇന്ത്യയോട് പരമ്പര തോറ്റാൽ പിന്നീട് ലങ്കയ്ക്കെതിരെയുള്ള 2 മത്സരങ്ങളും അവർക്ക് വിജയിക്കേണ്ടി വരും. ശേഷിക്കുന്ന മത്സരങ്ങളെല്ലാം നടക്കുന്നത് സ്വന്തം മണ്ണിലായതിൻ്റെ അഡ്വാൻറ്റേജും ഓസീസിനുണ്ട്. ലളിതമായി പറഞ്ഞാൽ ദക്ഷിണാഫ്രിക്ക സാധ്യതകളിൽ ഒരു പടി മുന്നിലാണ്. ഹോം അഡ്വാൻറ്റേജ് ഉള്ളതിനാൽ ഓസീസിനും എഡ്ജുണ്ട്. ഇന്ത്യക്കും സാധ്യതകളുണ്ടെങ്കിലും കുറച്ച് കടുപ്പമാണത്. എന്നാൽ അസാധ്യമാണെന്ന് പറയാനും വയ്യ. ഓസീസിനെതിരെ ഇനി ശേഷിക്കുന്ന മത്സരങ്ങളിൽ അവരെ തകർക്കുക എന്ന വലിയ ജോലിയാണ് ഇന്ത്യക്ക് മുന്നിലുള്ളത്. ശേഷിക്കുന്ന 3 മത്സരങ്ങളും വിജയിക്കാൻ തന്നെയാണ് ഇന്ത്യ ശ്രമിക്കേണ്ടത്. ന്യൂസിലാൻഡിനോട് സ്വന്തം മണ്ണിലേറ്റ ആ 3-0 നാണക്കേടാണ് കാര്യങ്ങളെല്ലാം തകിടം മറിച്ചത്. ആ പരമ്പരയിൽ ഒരു ടെസ്റ്റെങ്കിലും വിജയിച്ചിരുന്നുവെങ്കിൽ കാര്യങ്ങൾ ഇങ്ങനെ ആകുമായിരുന്നില്ല. ലങ്കയ്ക്കും പാകിസ്ഥാനും വിദൂരമായ സാധ്യതകൾ ബാക്കിയുണ്ട്. കണക്കിലെ കളികളും മറ്റു ടീമുകളുടെ പ്രകടനവുമൊക്കെ അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് നിർണായകമാകും. ലങ്കയ്ക്ക് ഓസീസുമായുള്ള എവേ പരമ്പരയും പാകിസ്ഥാന് ദക്ഷിണാഫ്രിക്കയും വിൻഡീസുമായുള്ള പരമ്പരയുമാണ് ശേഷിക്കുന്നത്. ഇതിൽ വിൻഡീസുമായുള്ള പരമ്പര സ്വന്തം നാട്ടിലാണ്. ന്യൂസിലാൻഡ്, ഇംഗ്ലണ്ട്, ബംഗ്ലാദേശ്, വെസ്റ്റ് ഇൻഡീസ് തുടങ്ങിയവർക്ക് ഇനി സാധ്യതകൾ ഒന്നും ബാക്കിയില്ല. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൻ്റെ പോയിന്റ് പട്ടിക പരിശോധിച്ചാൽ അശാസ്ത്രീയതയുണ്ടെന്ന് കാണാം. എല്ലാ ടീമുകളും 6 ടെസ്റ്റ് സീരീസുകൾ കളിക്കണമെന്നാണ് നിയമം. ഇതിൽ 3 എവേയും 3 ഹോമുമായിരിക്കും. എന്നാൽ എല്ലാ ടീമുകളും കളിക്കുന്നത് ഒരേ അളവിലുള്ള മത്സരങ്ങളല്ല. ഓരോ രാജ്യത്തിൻ്റെയും പ്രയോറിറ്റി അനുസരിച്ച് കളിച്ച മത്സരങ്ങളുടെ എണ്ണത്തിലും മാറ്റം വരുന്നുണ്ട്. ഉദാഹരണമായി പറഞ്ഞാൽ ഇംഗ്ലണ്ടിന് ടെസ്റ്റ് ക്രിക്കറ്റിനോടാണ് പ്രിയം. അവർ 21 മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. അതിൽ 11 വിജയിച്ചിട്ടുമുണ്ട്.
9 തോറ്റു. പക്ഷേ അവർക്ക് പെനൽറ്റി ഇനത്തിൽ 22 പോയിന്റ് നഷ്ടമായിട്ടുണ്ട്. ഓവർ നിരക്കടക്കമുള്ളവ നോക്കിയാണ് പെനൽറ്റി വിധിക്കുന്നത്. പോയിന്റ് നോക്കിയാൽ അവർ ഒന്നാമതാണെങ്കിലും ആകെ അവർക്കുള്ളത് 45%. അങ്ങനെ അവർ 5ാം സ്ഥാനത്താണ്. സാമ്പത്തിക പരാധീനതകളുള്ള ദക്ഷിണാഫ്രിക്ക ആകെ കളിച്ചത് 10 ടെസ്റ്റ് മത്സരങ്ങളാണ്. ഇതിൽ 6 വിജയിച്ചു, 3 തോറ്റു. പെനൽറ്റി ഒന്നും കിട്ടിയിട്ടുമില്ല. 63% അവർ ഒന്നാമതുണ്ട്. ഇന്ത്യ, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ എന്നീ ബിഗ് 3 ടീമുകൾ 5 മത്സരങ്ങൾ വീതം നടക്കുന്ന ടെസ്റ്റ് പരമ്പരയിലാണ് മത്സരിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ടീമുകൾ കൂടുതൽ മത്സരങ്ങൾ കളിക്കും. എന്നാൽ ദക്ഷിണാഫ്രിക്കയുടെ 6 സീരീസുകളും വെറും 2 മത്സരങ്ങൾ വീതമുള്ളതാണ്. അതിൽ തന്നെ ദക്ഷിണാഫ്രിക്ക എവേ മത്സരങ്ങൾ കളിച്ചത് ബംഗ്ലാദേശിലും വിൻഡീസിലുമാണ്. ഇതും അവർക്ക് തുണിയായിട്ടുണ്ട്. പക്ഷേ 5 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര ജയിച്ചാലും 2 മത്സരങ്ങൾ അടങ്ങിയ പരമ്പര ജയിച്ചാലും കിട്ടുന്നത് ഒരേ പോയിൻ്റാണ്. ഒരു പക്ഷേ ഇംഗ്ലണ്ടിനെ പോലെ 21 മത്സരങ്ങൾ ദക്ഷിണാഫ്രിക്ക കളിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഇതേ കൺസിസ്റ്റൻസി ഉണ്ടാകുമോ? ആ വലിയ ചോദ്യം അവിടെ ബാക്കിയുണ്ട്.